തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടം കാണാൻ കേരളത്തിൽ നിന്നും സഞ്ചാരികളുടെ കുത്തൊഴുക്ക്. അവധി ആഘോഷിക്കാൻ പ്രധാനപ്പെട്ട സ്ഥലമായി കേരളം തെരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ തമിഴ്നാടിനെയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. അവധിക്കാലം ആഘോഷിക്കാൻ കേരളം ഇപ്പോൾ തമിഴ്നാടിനെയാണ് ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുക്കുന്നതാകട്ടെ തേനി ജില്ലയെയാണ്. ഇതുകൊണ്ട് തന്നെ തമിഴ് ടൂറിസം കൂടുതലായും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ കർഷകരും ഗവൺമെന്റും നടത്തുന്നത്. പ്രധാന ആകർഷണം ഇവിടുത്തെ മുന്തിരിപ്പാടങ്ങൾ തന്നെയാണ്. കേരളത്തിൽ കിട്ടിയ മഴ തമിഴ്നാട്ടിലും ലഭിച്ചതുകൊണ്ട് തന്നെ മുന്തിരിവള്ളികൾ തളർത്ത് പച്ച പുതയ്ക്കുകയും ഒപ്പം മുന്തിരി പഴുത്ത് കുലച്ചു നിൽക്കുകയും ചെയ്യുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ്. ഇതോടൊപ്പം മുന്തിരി ഉപയോഗിച്ചുള്ള ജ്യൂസ്, വൈൻ, അച്ചാറ് കൂടാതെ കോസ്മെറ്റിക് ഐറ്റംസ് കൂടി മുന്തിരി മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇത് വാങ്ങാനും ആളുകൾ ഏറെയും എത്തുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അഡ്വഞ്ചർ റൈഡ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്ത് കമ്പത്തിന് സമീപമാണ് കൂടുതലായി മുന്തിരിത്തോപ്പുകൾ ഉള്ളതും. ഇതുകൊണ്ട് തന്നെ തമിഴ്നാട് കാണാൻ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾക്ക് വാഹനം നിർത്തി നേരെ മുന്തിരിത്തോപ്പിലേക്ക് എത്താം. ഇവിടുത്തെ മുന്തിരി തൈകളുടെ വളർച്ച ഉൾപ്പെടെ കർഷകർ വിനോദസഞ്ചാരികൾക്ക് വിവരിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത് 1880കളിൽ വരണ്ടുണങ്ങിയ ഭൂമിയായിരുന്ന തമിഴ്നാടിന്റെ 5 ജില്ലകൾ പച്ച നിറയ്ക്കാൻ കാരണമായ മുല്ലപ്പെരിയാറും ഡാം നിർമ്മിച്ച ശില്പിയെയും ശിലാരൂപത്തിൽ ഇവിടെ കാണാൻ കഴിയും. തമിഴ്നാടിന്റെ ജീവിച്ചിരുന്ന ദൈവം എന്നാണ് കേണൽ ജോൺ ബെന്നിക്യുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ ഇന്നും അവർക്ക്. ഇതിന്റെ വിവരണവും ഗാലറി രൂപത്തിൽ നൽകിയിട്ടുമുണ്ട്. അങ്ങനെ കേരളത്തെ ആകർഷിക്കാൻ നിരവധി കാഴ്ചകളാണ് തമിഴ്നാട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.